ആകെ മൊത്തത്തിൽ കടുത്ത നിരാശ സമ്മാനിച്ച മറ്റൊരു മലയാള സിനിമ കൂടിയായി എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ ഫീൽ ചെയ്തു. അനശ്വരയുടെ അഥവാ ഓട്ടക്കാരിയുടെ പൈങ്കിളി അവരാധത്തിന് ശേഷം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ അവരാധം. അപ്പോൾ പാഠം തുടങ്ങുന്നത് തന്നെ സ്വന്തം കല്യാണത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഓട്ടക്കാരിയെ കാണിച്ചുകൊണ്ടാണ്. ഓട്ടക്കാരി സെൽഫി എടുത്ത് ചിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത ഓട്ടക്കാരിയുടെ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചെത്തിയത്. അതായത് 3 വർഷം പ്രേമം കൊണ്ട് തന്നെ ചേച്ചി ഒരു ഓട്ടക്കാരിയാണെന്ന് മനസ്സിലാക്കി ഈ അവരാധത്തിന് ഇനിയും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ചെറുക്കൻ അങ്ങോട്ട് ഒളിച്ചോടിയെന്ന്. അതറിഞ്ഞതും ഓട്ടക്കാരെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കും. എന്നിട്ട് വീട്ടുകാരെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് അവിടുന്ന് ഓട്ടം തുടങ്ങും. ഇട്ടിട്ട് പോയ ചെക്കനെ തെരഞ്ഞുള്ള ആ ഓട്ടം അവസാനിച്ചത് ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഓട്ടക്കാരിയുടെ ഫോൺ ഓഫ് ആയതുകൊണ്ട് അവിടെ നിന്നിരുന്ന ഇന്ദ്രേട്ടനോട് ഫോൺ ചോദിക്കും. അങ്ങനെ ഇന്ദ്രേട്ടൻ ഫോൺ കൊടുക്കും. ഫോൺ കിട്ടിയതും ഓട്ടക്കാരി അവരാധം തുടങ്ങും. ഫോൺ എടുത്ത് ചുമ്മാ സ്വന്തം തലക്കിട്ടടിക്കും. അത് കണ്ട ഇന്ദ്രേട്ടൻ ഈ പെണ്ണിന് പ്രാന്താണെന്നും പറഞ്ഞ് ഫോൺ മേടിക്കാൻ ചെല്ലും. പക്ഷെ ഫോൺ ചോദിച്ചതും ഓട്ടക്കാരി കിടന്ന് മോങ്ങാൻ തുടങ്ങും. ഇത് കണ്ട് 2 പോലീസുകാർ അങ്ങോട്ട് വരും. അവർ വന്ന് കാര്യം അന്വേഷിച്ചതും ഓട്ടക്കാരിയും പോലീസുകാരും കൂടി മത്സരിച്ച് വെറുപ്പിക്കും. ശേഷം കാമുകന്റെ ഫ്ലാറ്റ് അഡ്രസ് എനിക്കറിയാം, അങ്ങോട്ടൊന്ന് കൊണ്ടുവിടാമോ എന്ന് ഓട്ടക്കാരി ഇന്ദ്രേട്ടനോട് ചോദിക്കും. കരുണാമയനായി ഇന്ദ്രേട്ടൻ സമ്മതിക്കും. പിന്നെ ഈ സിനിമ മുഴുവൻ കാറിൽ തന്നെയാണ്, ഒരു ഫുൾ കാർ അവരാധം. അങ്ങനെ കാറിൽ കയറിയ ഓട്ടക്കാരി പിന്നെയും വെറുപ്പിക്കൽ തുടങ്ങും. ഇന്ദ്രേട്ടന്റെ വണ്ടിയിൽ കയറിയിട്ട് ഇവൾ ഇന്ദ്രേട്ടനെ തന്നെ ഭരിക്കാൻ നോക്കും ഗൈസ്. ബട്ട് ഇന്ദ്രേട്ടനല്ലേ ആള്. ഇന്ദ്രേട്ടൻ തിരിച്ച് 2 ഓട്ടക്കാരിയോട് പറയും, അല്ല പിന്നെ ഇതെന്റെ സ്ഥലോ, എന്റെ നാട്. ഞാൻ ആവേശത്തിൽ പറഞ്ഞു കേട്ടാ. അങ്ങനെ കാറിലിരുന്ന് വെറുപ്പിച്ച് ഇവള് തന്നെ റോഡിൽ പോയി ഛർദ്ദിക്കും. പക്ഷെ അത് വഴിയിൽ നിന്നൊരു അപ്പൂപ്പൻ കാണും. എന്നിട്ട് സംശയത്തോടെ ഇന്ദ്രേട്ടനെ അങ്ങ് നോക്കും. ഇത് കണ്ട് പേടിച്ച് ഇന്ദ്രേട്ടൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഛർദ്ദിക്കുന്ന പോലെ അഭിനയിക്കും. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദ്രേട്ടന് കാമുകിയുടെ കോൾ വരുന്നത്. ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിൽ പോകാനായി എയർപോർട്ടിലുള്ള കാമുകി ഇന്ദ്രേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞതും ഇന്ദ്രേട്ടന് നാണം വരും ഗൈസ്. I miss you too. അതിനിടയ്ക്ക് ഇന്ദ്രേട്ടന്റെ മറ്റൊരു കോമഡി ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ഇനി ഞാൻ കരയുന്നതാണോ? സജിനോട് ചൂടി പോയേ. അതിനോട് ചോടുന്ന എന്തിനാ? കല്യാണം കഴിച്ചാ പോരെ? ഇയാൾക്ക് എന്താണ് വയ്യേ? അതിനിടയ്ക്ക് ഓട്ടക്കാരി ചൂട് കൊണ്ട് ഡ്രസ്സ് എടുത്ത് AC അടുത്ത് വെച്ചൊന്ന് തണുപ്പിക്കാൻ നോക്കും. ബട്ട് ഗൈസ് അത് കണ്ടതും ഇന്ദ്രേട്ടന്റെ മനസ്സൊന്ന് ഇളകും. അതിനിടയ്ക്ക് നമ്മുടെ ഓട്ടക്കാരി കാറിലിരുന്ന് ഒരേ മോങ്ങൽ. കാമുകന്റെ കാര്യം ഓർത്താണ് കരയുന്നതെന്ന് കരുതി ഇന്ദ്രേട്ടനെ ആശ്വസിപ്പിക്കാൻ നോക്കിയതും കാര്യം അതല്ല, പിന്നെയോ യെസ് ഗൈസ്, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും എന്ന ലൈനാണ് നമ്മുടെ ഓട്ടക്കാരിക്ക്. റോക്കി, നീ സ്നിക്കേഴ്സ് കഴിക്ക. എന്തിന്? കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആകുന്നു. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. അപ്പോഴാണ് ബാഗിൽ നിന്നും ഒരു റോബസ്റ്റ പഴമെടുത്ത് ഇവള് കയറ്റുന്നത്. എന്നാൽ പിന്നെ നേരത്തെ കാണിച്ച മോങ്ങൽ നാടകം ഒഴിവാക്കി പഴമെടുത്ത് കഴിച്ചാൽ പോരായിരുന്നോ? ഇതിനിടയ്ക്ക് ഇന്ദ്രേട്ടന്റെ അമ്മ ഫോൺ വിളിച്ച് നീ വേഗം വീട്ടിലോട്ട് വാ, എന്നിട്ട് ഞാനും കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീയും കൂടെ വന്നിട്ട് കഴിക്കാം, എനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രേട്ടൻ ഒരു കോമഡി പറയും. ഇതെങ്ങനെ കരയുമ്പോ തുടക്കാനാണോ ഈ സാധനം അങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഫാഷനാ ചേട്ടാ. അഭിനയിച്ചാണോ? പറയണ്ട, ഞാനത് ഇവിടെ എന്തോ തപ്പന്നെ. എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട, എണീച്ച് പോടാ. അങ്ങനെ ഓടിപ്പോയ കല്യാണ ചെക്കനെ തപ്പി അവർ ഒരു ഫ്ലാറ്റിലെത്തും. വേറെ ആരെങ്കിലും ആണെങ്കിൽ വേഗം പോയി ആ ചെക്കനെ പറ്റി അന്വേഷിക്കും. പക്ഷെ ഓട്ടക്കാരി അതേസമയം ലിപ്സ്റ്റിക് ഇട്ട് കളിക്കുകയാണ്. അപ്പൊ പുട്ടിയിടലൊക്കെ കഴിഞ്ഞ് ഓട്ടക്കാരി ഹോട്ടൽ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പോഴാണ് അവർ പറയുന്നത് അവനൊക്കെ 1 വർഷം മുന്നേ ഇവിടെ നിന്ന് താമസം മാറി പോയെന്ന്. അങ്ങനെ വിഷമത്തിലായ ഓട്ടക്കാരി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഇത് കണ്ട ഇന്ദ്രേട്ടൻ ഇത് വള്ളിയായല്ലോ എന്നും പറഞ്ഞ് അതിനെ പിടിച്ച് കാറിൽ കയറ്റും. എന്നിട്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെയും കാർ യാത്ര തുടരും. പക്ഷെ പോണ വഴിക്ക് ഓട്ടക്കാരിക്ക് പിന്നെയും വിശക്കും. അങ്ങനെ രണ്ടും കൂടി ഹോട്ടലിലേക്ക് കയറും. തിരിച്ച് വണ്ടിയിൽ കയറിയ ഓട്ടക്കാരി അല്പം കഴിയുമ്പോൾ പറയും കക്കൂസിൽ പോകണമെന്ന്. അപ്പോൾ സിനിമയിൽ ഇവളുടെ മെയിൻ പരിപാടി എന്നത് തിന്നുക, ഛർദ്ദിക്കുക, തിന്നുക, കക്കൂസിൽ പോകുക, ഇതന്നെ. അങ്ങനെ അൺലോഡിങ് കഴിഞ്ഞ് അവർ വീണ്ടും കാർ യാത്ര തുടരും. അപ്പോൾ ഓട്ടക്കാരി പറയും അവൾക്ക് ഡ്രസ്സ് മാറണമെന്ന്. ഇന്ദ്രേട്ടൻ നേരെ അവളെയും കൊണ്ട് കാമുകിയുടെ ഫ്ലാറ്റിലേക്ക് പോകും. കാരണം കാമുകി ചെന്നൈ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അവളുടെ ഡ്രസ്സ് ഏതെങ്കിലും ഫ്ലാറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാമെന്ന് കരുതിയാണ് ഇന്ദ്രേട്ടൻ അങ്ങോട്ടേക്ക് തിരിച്ചത്. അങ്ങനെ കാമുകിയുടെ ഫ്ലാറ്റിൽ ചെന്ന് കയറി ഇന്ദ്രേട്ടൻ ആ കാഴ്ച കണ്ട് ഞെട്ടി കണ്ണ് തള്ളും ഗൈസ്. കാരണം ഇന്ദ്രേട്ടന്റെ കാമുകി അവിടെ ഏതോ ഒരുത്തനുമായി എക്സ്പീഡിയസ് കണ്ട് കിടക്കുകയാണ്. ഒഴിവ് സമയം കിട്ടാറില്ല. അതിനിടയിലാണ് പാതിരാത്രി കുത്സവത്തിന് വന്ന ഈ അവരാധൻ ഓട്ടക്കാരിയോടൊരു സഹായം ചോദിക്കുന്നത്.
അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം ഇന്ദ്രേട്ടൻ കിടന്ന മോങ്ങലോട് മോങ്ങലാണ്. ശേഷം ഇന്ദ്രേട്ടൻ ഏതോ കൂട്ടുകാരനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി അങ്ങേരുടെ തുണിക്കട തുറന്ന് ഓട്ടക്കാരിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ അവര് കാറിൽ പോകും. എന്നിട്ട് പിന്നെ ഓട്ടക്കാരിക്ക് വിശക്കുന്നു എന്ന് പറയും. പിന്നെ ഹോട്ടലിൽ കയറും. ഇനി കുറച്ചൊന്ന് പിച്ചെടുത്ത് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അങ്ങനെ തീറ്റയും കുടിയും കഴിഞ്ഞ് ഏതോ ഹോട്ടലിലെ ഡാൻസ് ബാറിലെത്തിയ ഓട്ടക്കാരി അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ബോയ് ഫ്രണ്ടിന്റെ തല ഹോട്ടലിൽ തന്നെ ഫ്രൈങ് പാൻ എടുത്ത് അടിച്ചു പൊളിക്കും. അപ്പോഴാണ് ഓട്ടക്കാരി ആ വിവരം അറിയുന്നത്. അതായത് അവളുടെ ബോയ് ഫ്രണ്ട് ഒരു ഗേ ആയിരുന്നു ഗൈസ്. ഞങ്ങൾ ആർക്കും ഒരു ശല്യമാവില്ല, ഒന്ന് വെറുതെ വിട്. മഴവില്ല ആന്നത് ഇപ്പോഴും മനസ്സിലായില്ല. 3 വർഷം പ്രേമിച്ചിട്ടും അതവൾക്ക് മനസ്സിലായതുമില്ല, അവനോട് പറഞ്ഞതുമില്ല. അങ്ങനെ ഇന്ദ്രേട്ടൻ തിരികെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴേക്ക് ഈ കാലമടനെ കാത്തിരുന്ന് ഇന്ദ്രേട്ടൻ അമ്മ വേറെ വരടുത്ത് പോയി കഴിക്കാമെന്ന് കരുതി ഭൂമി തന്നെ വിട്ടുപോകും. അങ്ങനെ അവസാനം ഓട്ടമെല്ലാം അവസാനിപ്പിച്ച് ഓട്ടക്കാരി ഇന്ദ്രേട്ടൻ ഒന്നാവും ഗൈസ്. അതോടെ ഈ അപരാധ പടം ഇവിടെ അവസാനിക്കുകയാണ്.